ഈ ഹലാൽ ബോർഡ് വെച്ച് നിങ്ങൾ അവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ, ഹലാൽ ബോർഡുള്ള ഒരു സ്ഥാപനത്തിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ, ഫസൽ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിമീങ്ങളുടെ ഗോത്രദേവനായ അള്ളാഹുവിനെ പൂജിച്ചേച്ച് അള്ളാഹു എന്ന് ഞാൻ ഇതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അള്ളാഹു എന്നാണ് അറബികൾ സാധാരണ മുസ്ലിങ്ങൾ പറയുന്നത്. പിന്നെ ഇപ്പൊ ഈ അള്ളാഹുവിനെ പൂജിച്ചേച്ചാണ് നിങ്ങള് പൂജിച്ച ഭക്ഷണം കഴിച്ചാണ് നിങ്ങൾ അയ്യപ്പന് നിവേദ്യം അർപ്പിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ കൃഷ്ണന് നിവേദ്യം അർപ്പിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ അതെങ്ങനെയാ ശരിയാകുക? അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനവുക. ഈ ഹലാൽ ബോർഡുകളിൽ നിന്നും, ഹലാൽ ബോർഡുള്ള പിന്നെ ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഒരു തീവ്രവാദ സംഘടനയ്ക്ക്, ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയ്ക്ക് അവർ അതിൽ നിന്ന് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഭാഗവാക്കാകുകയാണ്. ഒന്നിലോ പോപ്പുലർ ഫ്രണ്ടുകാർ, അല്ലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, അല്ലെ കേരള നദുവത്തുൽ മുജാഹിദീൻ, അല്ലെങ്കിൽ PDP, ഇതൊക്കെ തീവ്രവാദ സംഘടനയാണ്, എല്ലാ ഇസ്ലാമിക ഭീകരവാദ സംഘടനയാണ്. അവർക്കൊക്കെ ഏതായാലും ഒരു മുസ്ലിം ഹോട്ടലിൽ നിന്ന് എങ്ങനെയായാലും അവർ വന്ന് പൈസ മേടിക്കും, പൈസ പിരിക്കും. കാരണം ഇവരൊക്കെ നിലനിൽക്കുന്ന ഈ ഹോട്ടലുകളും ഈ വസ്ത്ര ഷോപ്പുകള്, ഈ ധാന്യ സ്ഥാപനങ്ങള്, ഈ സൂപ്പർ മാർക്കറ്റുകളെ മുസ്ലിങ്ങളുടെ അവിടെ നിന്നൊക്കെ പൈസ പിരിച്ചാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹാദിയയ്ക്ക് വേണ്ടി എത്ര 33 കോടി രൂപയോളം പിരിച്ചു കേരളത്തിൽ. 33 കോടി ഹാദിയയ്ക്ക് വേണ്ടി പിരിച്ചാണ്. പിന്നെ നമ്മുടെ അഹില എന്ന് പറയുന്ന പെൺകുട്ടിയെ, ഹാദിയായിട്ട് ഇസ്ലാമിലേക്ക് മതം മാറിയപ്പോൾ ആ പെൺകുട്ടിയെ ഇസ്ലാം മതത്തിൽ പിടിച്ചു നിർത്താനായിട്ട് മുസ്ലിമീങ്ങൾ, പോപ്പുലർ ഫ്രണ്ടുകാർ കേരളത്തിൽ നിന്നും പിരിച്ചത് 33 കോടിയാണ്. ഔദ്യോഗിക കണക്കാണ്. അതിന്റെ അപ്പുറത്തേക്ക് എത്ര അനൌദ്യോഗികമായിട്ട് എത്ര പിരിച്ചെന്ന് നമുക്കറിയില്ല. നമ്മൾ കണ്ടല്ലോ, ഓരോ പിന്നെ പള്ളിയുടെ മുമ്പിലും, ഓരോ മുസ്ലിം പള്ളിയുടെ മുമ്പിലും, ഓരോ മുസ്ലിം സ്ഥാപനങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു പണം പിരിച്ചു, പിന്നെ ബക്കറ്റ് വെച്ച് പണം പിരിച്ചു, ഇല്ലേ? അപ്പൊ അതിനൊക്കെ ഈ മുസ്ലിം സ്ഥാപനങ്ങളിൽ നിന്ന് അവര് പണം പിരിച്ചു. മുസ്ലിം ഹോട്ടലുകളിൽ നിന്ന്, മുസ്ലിം വസ്ത്ര സ്ഥാപനങ്ങളിൽ നിന്ന്, മുസ്ലിം ഫർണിച്ചർ കടകളിൽ നിന്ന്, അതുപോലെ മുസ്ലിങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും കയറി ഒരു പണം പിരിച്ചു. ഹാദി എന്തിനാണ്? അഹില എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് മതം മാറ്റി ആ പെണ്ണിനെ ഇസ്ലാമിൽ പിടിച്ചു നിർത്താൻ വേണ്ടി, ആ പെണ്ണിന് ഇസ്ലാമിൽ നിൽക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ, തിരിച്ച് ആ പെണ്ണെ ഗർവാപ്പസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ നഷ്ടമാണ്. അപ്പം ഇസ്ലാമിൽ പിടിച്ചു നിർത്താൻ വേണ്ടി, ഇസ്ലാം മതത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ 33 കോടി രൂപയോളം പിരിച്ചത്. മനസ്സിലാക്കണം നിങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. എന്തുമാത്രം പെൺകുട്ടികൾ കേരളത്തില് പിന്നെ മുസ്ലിങ്ങളുടെ കൂടെ പോയിരിക്കുന്നു, ക്രിസ്ത്യാനി പെൺകുട്ടികൾ, അല്ല, ഈ ക്രിസ്ത്യാനികൾ പെൺകുട്ടികൾ എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ക്രിസ്ത്യാനികളുടെ കൂടെ പോയിരിക്കുന്നു. എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഹൈന്ദവരുടെ കൂടെ പോയിരിക്കുന്നു. ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് പിന്നെ നമ്മള് ഈ മനുഷ്യരുണ്ടായ കാലം മുതലുണ്ട്. മറ്റു മതക്കാരുമായിട്ട് പ്രേമിച്ച് ഒളിച്ചോട്ടം പണ്ടുപോലെയുള്ള സംഗതിയാണ്, ഇല്ലേ? കാരണം പ്രേമിക്കുമ്പം ആരും കണ്ണും മൂക്കൊന്നും നോക്കാറില്ല. അങ്ങ് പ്രേമിച്ചു കഴിയുമ്പോഴത്തേന് മറ്റു മതമാണെങ്കിൽ ആ മതത്തിലേക്ക് ഒളിച്ചോടി പോകുന്ന ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ക്രിസ്തു മതത്തിലേക്ക് ഒളിച്ചോടി വന്നു കഴിഞ്ഞാൽ, ആ ക്രിസ്തു മതത്തിൽ ആ പെൺകുട്ടിയെ പിടിച്ചു നിർത്താനായിട്ട് ഏതെങ്കിലും ക്രിസ്ത്യൻ ചർച്ചുകളുടെ മുമ്പിൽ ബക്കറ്റുമായിട്ട് ക്രിസ്തീയ സഹോദരങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണം പിരിക്കാൻ വേണ്ടി. ഏതാ പിന്നെ ആയിഷ ഷേർലി ആയിരിക്കുന്നു, അല്ലെങ്കിൽ ആയിഷ ലില്ലിക്കുട്ടി ആയിരിക്കും, അല്ലെ ആയിഷ ഏലിയാമ്മ ആയിരിക്കുന്നു. ഈ ഏലിയാമ്മയ്ക്ക് വേണ്ടിയുള്ള നിയമസഹായ ഫണ്ട് എന്നും പറഞ്ഞ് ഏതെങ്കിലും ക്രിസ്ത്യൻ ചർച്ചുകളുടെ മുമ്പിലോ ഏതെങ്കിലും ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ മുമ്പിലോ നിങ്ങൾ ബക്കറ്റുമായിട്ട് ക്രിസ്തീയ സഹോദരങ്ങൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ക്രിസ്തീയ വിശ്വാസികൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദുക്കളുടെ കൂടെ പോയിരിക്കുന്നു, ഇല്ല? ഇഷ്ടം പോലെ പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്, ഇനി നാളെയും പോകും. പക്ഷെ ഏതെങ്കിലും ഹൈന്ദവ അമ്പലങ്ങളുടെ മുമ്പിലോ ഏതെങ്കിലും ഹൈന്ദവ മഠങ്ങളുടെ മുമ്പിലോ ഏതെങ്കിലും ഹൈന്ദവ ആശ്രമങ്ങളുടെ മുമ്പിലോ ഏതെങ്കിലും ഹൈന്ദവ സ്ഥാപനങ്ങളുടെ മുമ്പിലോ ഏതെങ്കിലും ഹിന്ദു സഹോദരൻ ഒരു ബക്കറ്റുമായിട്ട് നിന്നേച്ച് ഇതാ പിന്നെ ആമിന പിന്നെ എന്താണ് ആമിന കാവ്യയായിട്ട് വന്ന്, അല്ലെ ആമിന മഞ്ജുവായി മാറിയിരിക്കുന്നു, ഈ മഞ്ജുവിന്റെ നിയമസഹായ ഫണ്ടിലേക്ക്, ആമിന എന്ന മഞ്ജുവിന്റെ നിയമസഹായ ഫണ്ടിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം എന്നും പറഞ്ഞ് ഏതെങ്കിലും ഹിന്ദു സഹോദരങ്ങൾ അവരുടെ ക്ഷേത്രത്തിന്റെ മുമ്പിലോ അവരുടെ മഠങ്ങളുടെ മുമ്പിലോ അവരുടെ ആശ്രമങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളുടെ മുമ്പിലോ ബക്കറ്റുമായിട്ട് നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഹാദിയയ്ക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാര് കേരളത്തിലുള്ള എല്ലാ മുസ്ലിം പള്ളികളുടെ മുമ്പിലും ഹാദിയ നിയമസഹായ ഫണ്ട് എന്ന് പറഞ്ഞ് ബക്കറ്റുമായിട്ട് നിൽക്കുന്ന നിങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങളൊക്കെ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ വർഗീയത. ഇവരുടെ മതത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ മതത്തിൽ അവർ പിടിച്ചു നിർത്താൻ വേണ്ടി ഏതറ്റം വരെ വേണേ പോവും. ആ മതത്തിൽ നിന്ന് പുറത്തു പോയാലോ? ആ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ തലവെട്ടി കളയുകയും ചെയ്യും. ഇതാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് എന്താണ്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.
ഖുർആൻ 5:33 പറയുന്നുണ്ട്, ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂനല്ലാഹു വറസൂലഹു ഫയസ്ഊന ഫിൽ അർളി ഫസാദൻ വയുഖ്തലു അവ യുസല്ലബു ഔ തുഖത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഫഇൻഫഅ ഫിൽ അർളി ദാലിക ലഹും ഖിസ്യുൻ ഫിദ് ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അള്ളാഹുവിനെ അവന്റെ ദൂതനെ എതിർക്കുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നാൽ അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്നും ഛേദിക്കപ്പെടുകയോ അവർ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുകയോ ചെയ്യുക എന്നതാകുന്നു. അതവർക്ക് ഈ ഭൂമിയിലുള്ള പ്രതിഫലമാകുന്നു, പരലോകത്ത് ഇതിലും വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനിയിപ്പോ ഈ ഹിന്ദുക്കൾ ഇപ്പൊ ഈ ഹലാൽ ഭക്ഷണം കഴിക്കുന്നു. എന്താണ് ഹിന്ദുക്കളെ പറ്റി ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? ഖുർആൻ ഹിന്ദുക്കളെ പറ്റി 9:28 ഖുർആനിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസ്സുൻ. അല്ലയോ മുസ്ലിമീങ്ങളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാകുന്നു. മനസ്സിലായോ? 9:5 പറയുന്നുണ്ട്, ഇഖ്തുലുൽ മുശ്രികൂന ഹൈശുൻ. ബഹുദൈവ വിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് വധിക്കുക. അതാണ് ഹിന്ദുക്കളെ പറ്റി പറയുന്നത്. കാരണം ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ ഹലാൽ ബോർഡുള്ള ഹലാൽ ഹോട്ടലുകളിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. എന്തിനാ അത് തള്ളിക്കളയണം. എങ്ങനെ തള്ളിക്കളയുമ്പോൾ ഹലാൽ ബോർഡുകൾ ഇവിടെ ഇല്ലാതാവും. ഹലാൽ ബോർഡുകളെ ഇവിടെ ഇല്ലാതാവും. എന്താണ് നമ്മളെന്തിനാണ് അറേബ്യൻ ദേവന് പൂജിച്ച ഭക്ഷണം കഴിക്കണമെന്ന്? അറേബ്യൻ ദേവന് പൂജിച്ച ഭക്ഷണം നമ്മളെ കൊണ്ട് നിർബന്ധമായിട്ട് കഴിപ്പിക്കുകയാണ്. നിങ്ങൾ ഇത് കഴിച്ചേ പറ്റൂ. ഞങ്ങളുടെ അറബി ദേവന് ഞങ്ങൾ പൂജിച്ച ഭക്ഷണം, നിങ്ങൾ കഴിക്കണം എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഭക്ഷണശാലയുടെ മുമ്പിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു മുസ്ലിം വരുമ്പോൾ ഇത് യഹോവയ്ക്ക് അർപ്പിച്ച ഭക്ഷണമാണെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കൊണ്ട് കൊടുത്തു നോക്കി. ഇത് യഹോവയ്ക്ക് അർപ്പിച്ച ഭക്ഷണമാണെന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്ത ഒരു മുസ്ലിം കഴിക്കുമോ? ഏതെങ്കിലും മുസ്ലിം കഴിക്കുമോ? ഒരു മുസ്ലിമും കഴിക്കില്ല, ഒരുത്തനും കഴിക്കില്ല. ഇനി എഴുതി വെച്ച് തരാം, നിങ്ങൾ വേണേ ഒന്ന് നാസർ കൊടിമരം പറഞ്ഞു ഒന്ന് പരീക്ഷിച്ചു നോക്കാം. താഴെ ഏതെങ്കിലും ക്രിസ്തീയ ഹോട്ടൽ ഉടമകൾ ഇരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം കയറി വരുമ്പോൾ ഇത് യഹോവയ്ക്ക് അർപ്പിച്ച ഭക്ഷണമാണ്, താങ്കൾ കഴിക്കൂ എന്നും പറഞ്ഞൊന്ന് മുമ്പിലൊന്ന് കൊണ്ടേ വെച്ച് നോക്കി. അപ്പൊ തന്നെ അവൻ ഇറങ്ങിപ്പോവും. ചിലപ്പോൾ തെറിയും പറയും, ചിലപ്പോൾ അവന്റെ സ്വഭാവത്തിന് തെറിയും പറയും. ഇനി ഏതെങ്കിലും ഹൈന്ദവ സഹോദരന്മാരായ ഹോട്ടൽ ഉടമകൾ താഴെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഏതെങ്കിലും ഒരു മുസ്ലിം കയറി വരുമ്പോൾ നിങ്ങൾ പറയാം, ഇത് ശിവൻ അർപ്പിച്ച ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഇത് കൃഷ്ണൻ അർപ്പിച്ച ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഇത് അയ്യപ്പൻ അർപ്പിച്ച ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവന്റെ മുമ്പിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തു നോക്കി. അവൻ അപ്പഴേ ഇറങ്ങും. അപ്പൊ തന്നെ അവൻ എണീറ്റ് പോവും. ചിലപ്പോൾ നിങ്ങളെ തെറിയും പറയും. മനസ്സിലായോ? പക്ഷേ നിങ്ങളൊരു ഹലാൽ എന്നും പറഞ്ഞ ബോർഡ് വെച്ച ഹോട്ടലിനകത്ത് പോയി നിങ്ങൾ മൂക്കുമുട്ട തിന്നുന്നു. നിങ്ങളെ അവനോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, ഇത് ഈ നിങ്ങളുടെ അള്ളാഹ് കർപ്പിച്ച ഭക്ഷണമല്ലേ ഇത്? നിങ്ങളുടെ മുഹമ്മദ് നബിയുടെ ഗോത്രദേവനായിരുന്ന അറേബ്യൻ ദേവനായ ഖുറൈശി ദേവനായ അള്ളാഹുവിന് അർപ്പിച്ച ഭക്ഷണം, അള്ളാഹുവിന് വേണ്ടി പൂജിച്ച ഭക്ഷണം ഞങ്ങളെ കൊണ്ട് നിങ്ങൾ എന്തിനു കഴിപ്പിക്കുന്നു എന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഈ മുസ്ലിം ഹോട്ടൽ ഉടമകളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആരും ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്നുവെങ്കിൽ ഈ ഹലാൽ ബോർഡുകൾ പണ്ടേ അപ്രത്യക്ഷമായേനെ. മനസ്സിലായോ? പക്ഷേ ഹലാൽ ബോർഡുകൾ പെരുകുകയാണ് ചെയ്തത്. ഈ ഹലാൽ ബോർഡുകൾ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒക്കെ കാരണം ഞങ്ങളെപ്പോലുള്ള എക്സ് മുസ്ലിമീങ്ങളും ഇവിടുത്തെ ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെയും ഈ ക്ലബ് ഹൗസ് പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയുടെയും ഒക്കെ പ്രചോദനമാണ്. അവരൊക്കെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഈ ഇസ്ലാമിനെ തുറന്നു കാണിച്ചതിന്റെ, യുക്തിവാദികളും ഇസ്ലാമിക വിമർശകരും ഒക്കെ വന്ന് ഈ ഇസ്ലാമിനെ തുറന്നു കാണിച്ചതിന്റെ, തൊലിയുരിച്ചു കാണിച്ചതിന്റെ ഒരു പ്രചോദനമാണ് ഇപ്പോൾ ഈ ഹലാൽ ബോർഡുകൾ കുറെയൊക്കെ ഇല്ലാതായതിന്റെ പിന്നിലുള്ളത്. മനസ്സിലായോ? എന്നും പറഞ്ഞ് ഹലാൽ ബോർഡ് എല്ലാം ഒന്നും ഇല്ല. പുതിയ ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മുസ്ലിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഹലാൽ ബോർഡ് വെക്കുന്നുണ്ട്. പക്ഷെ പഴയ പല ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. എനിക്ക് 2-3 ഇടത്തെ അറിയാം. 2-3 സ്ഥലങ്ങളിൽ ഞാൻ നേരിട്ട് പോയി കണ്ട ഹലാൽ ബോർഡ് എടുത്തു. എന്നോട് ഒരാൾ വിളിച്ചു, നാസർ കൊടിമരവേ ഇതേപോലെ ഇന്നടത്ത് ഹലാൽ ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടു. ഹലാൽ ബോർഡ് എടുത്തു മാറ്റി 10-15 കൊല്ലമായിട്ട് ഹലാൽ ബോർഡ് വെച്ചുകൊണ്ടിരുന്ന ഹോട്ടലിൽ ഹലാൽ ബോർഡ് എടുത്തു മാറ്റി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ആ ഹോട്ടലിന്റെ കാശീരിനെ അവിടെ എന്താ ഹലാൽ ബോർഡ് എടുത്തു മാറ്റി? ഞാൻ നാസർ കൊടിമരാന്നൊന്നും അവർക്കറിയത്തില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെതിരെ ഒരു വലിയ പ്രചാരം നടക്കുന്നുണ്ട്, അപ്പൊ നമ്മളായിട്ടൊരു വർഗീയത ഇവിടെ ഉണ്ടാക്കണ്ട എന്നുള്ളതുകൊണ്ട് മുതലാളി പറഞ്ഞു എടുത്തു മാറ്റാൻ പറഞ്ഞു. അതുകൊണ്ട് എടുത്തു മാറ്റിയാന്ന് ജോലിക്കാരനാ പറഞ്ഞു. മനസ്സിലായോ? എന്നുള്ള ഒരുപാട് അടുത്ത് ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റപ്പെട്ടു. ഇന്ന് ഇപ്പോൾ ഇസ്ലാമിനെതിരെ ഇസ്ലാം തന്നെ ഇപ്പോൾ ഒരു പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ഒരു കാലഘട്ടമല്ലേ. ഇപ്പൊ ഇസ്ലാമിനെതിരെ ലോകത്ത് തന്നെ ഒരു പ്രതിരോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കും. പണ്ടായിരുന്നു എല്ലാവരും ഓർത്ത് ഇസ്ലാം എന്തോ സംഭവമാണ്, ഇസ്ലാമൊക്കെ പറയുന്നതൊക്കെ സത്യങ്ങളാണ് എന്നൊക്കെ ഓർത്തോണ്ടിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് എല്ലാവർക്കും അറിയാം ഇസ്ലാം എന്താ. ഇന്ന് LKG കുട്ടികളോട് വരെ മുഹമ്മദിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിരിക്കാൻ തുടങ്ങും. അവനപ്പം തന്നെ ആയിഷ കല്യാണം എടുത്തിടും, അവനപ്പം തന്നെ മരുമകൾ കല്യാണം എടുത്തിടും, സൈനബിയെ കല്യാണം കഴിച്ചു, മുഹമ്മദിന്റെ അടിമഭോഗം എടുത്തിടും.
ഇതൊക്കെ എടുത്തിടുവോ? അത് ഏത് കുട്ടികൾക്കും ഇപ്പൊ മനസ്സിലായിക്കുന്നു, കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു. അതിന്റെയൊക്കെ കാരണം ആരാണ്? നമ്മുടെ ഈ ടോക്കുകൾ തന്നെയാണ്. ക്ലബ് ഹൗസ് പോലുള്ള സോഷ്യൽ മീഡിയ പോലുള്ള ഇത്തരം പ്രഭാഷണങ്ങൾ ആൾക്കാരെ അറിയാവുന്നവരൊക്കെ പ്രചരിപ്പിച്ചു, ശരിക്കും പ്രചരിപ്പിച്ചു. ആരും ഭയപ്പെടുന്നില്ല. പണ്ടാണെങ്കിൽ നമുക്ക് ഭയമായിരുന്നു. ഇപ്പൊ ജോസഫ് മാഷിന്റെ ഒക്കെ കൈവെട്ടിയ കാലം, അന്നൊക്കെ ആൾക്കാർ ഓർത്ത് ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ കൈവെട്ടിക്കഴിയും, കാലുവെട്ടും തലവെട്ടും എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്ന ഒരു കാലം. അന്നാരും ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ നിന്നില്ല. പണ്ടൊക്കെ ഒരു പഴയ കാലങ്ങളിലേക്ക് ഒരു ഇടമറിവോ ഒരു AT കോവൂരോ ഒക്കെ ആയിരുന്നു പിന്നെ ഈ നിരീശ്വരം. അതും മൊത്തം മതങ്ങളെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ തുടങ്ങി നമ്മുടെ ഈ പിന്നെ അയാളുടെ പേര് മറന്നുപോയി ഞാൻ. ഇ എ ജബ്ബാറിന്റെ ഒക്കെ കാലം, ജബ്ബാറിന് മുമ്പ് രണ്ടു മൂന്ന് പേര് വന്നിരുന്നു, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അവരൊക്കെ തുടങ്ങി വെച്ചതാണ്. പിന്നീട് അത് ഒരു പ്രളയമായിട്ട്, ഒരു സുനാമി ആയിട്ട് മാറിയത് ജോസഫ് മാഷിന്റെ കൈവിട്ടോടെയാണ്. ജോസഫ് മാഷിന്റെ കൈവിട്ട് കഴിഞ്ഞോടെയാണ് ഈ ഇസ്ലാമിക വിമർശനം ഒരു സുനാമി ആയിട്ട് മാറിയത്. എക്സ് മുസ്ലിമീങ്ങളൊക്കെ ശരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയത് ഈ ജോസഫ് മാഷിന്റെ കൈവിട്ടോടെയാണ്. കാരണം ഇസ്ലാം പഠിക്കാൻ തുടങ്ങി. എല്ലാവരും ഖുർആന്റെ പരിഭാഷ എടുത്ത് പഠിക്കുക. അവർ പഠിച്ചിട്ട് വിമർശിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ പണ്ട് കളിയാക്കി. ഒടുവിൽ എല്ലാവരും പഠിച്ചപ്പോൾ എന്തായി? പഠിച്ചപ്പോൾ ഇസ്ലാം തൊലിയുരിച്ച് നടുറോട്ട് തുണി ഉരിഞ്ഞു നിൽക്കേണ്ട ഗതികേടിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രത്തിന് വരണ്ട വന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്ലാം എത്തിപ്പെട്ടു. അതിന് പിന്തുണ തന്നത്, അതിനൊക്കെ പ്രചോദനമായത് ഇവിടുത്തെ യുക്തിവാദികളും ഈ ഈ നമ്മുടെ സെബാസ്റ്റ്യൻ മുന്നക്കലിനെ പോലുള്ള ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും ജാമിദ ടീച്ചറിനെ, ഇ എ ജബ്ബാറിനെ ഒക്കെ പോലുള്ള ഇസ്ലാമിക എക്സ് മുസ്ലിമീങ്ങളും ഒക്കെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.